ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ജോബ് അപ്ഡേറ്റിൻ്റെ കാര്യമാണ്. അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ്, അതായത് നമ്മുടെ കാനറ ബാങ്കിൻ്റെ ഒരു അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. അതുകൂടാതെ നമ്മുടെ ഒരു അപ്കമിങ് വീഡിയോ വരുന്നുണ്ട്. നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിലായാലും സെൻട്രൽ ഗവൺമെൻറ്റിൽ NCS പോർട്ടലിൽ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷനിൽ എങ്ങനെ പ്ലേസ്ഡ് ആവാം, അത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. എങ്ങനെ പ്ലേസ്ഡ് ആവാം എന്നുള്ളൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും, മിക്കവാറും നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് മറ്റൊരു കാര്യം, കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി കിട്ടാൻ PSC മാത്രമല്ല ഉള്ളത്, മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതെന്തായാലും ഉടൻ തന്നെ അതും ഉടൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അത് ഏത് സൈറ്റാണെന്നൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, കാനറ ബാങ്ക് ഈയിടെ അതിൻ്റെ പുതിയൊരു അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക. അതിന് മുമ്പായിട്ട് ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സും അതുപോലെയുള്ള ലൈഫ് സ്കിൽസും എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ മോളുടെ വക എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോയാൽ 21-ാം തീയതിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് 20-ാം തീയതിയാണ്, ഇന്ന് സെപ്റ്റംബർ 20ആണ്. സെപ്റ്റംബർ 21-നാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 4 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോലെ ബിഫോർ തരം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മളുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള സിമ്പിൾ ലേണിംഗ് സ്പേസ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലുണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നോക്കൂ, ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് എന്നാണ്. സെപ്റ്റംബർ 21 തുടങ്ങി ഒക്ടോബർ 4-ാം തീയതി വരെയാണ് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്. കേരളത്തിൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ്. നമ്പർ ഓഫ് ട്രെയിനിങ് സീറ്റ്സ് 200 ആണ്. SCക്ക് 20 റിസർവേഷനുണ്ട്, STക്ക് 2, OBCക്ക് 54, EWS 20, അൺറിസർവ്ഡ് കാറ്റഗറി 104. ഓക്കെ, ബാക്കിയൊക്കെ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. പിന്നീട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിവിടെ ഒരു സൈറ്റ് കാണുന്നുണ്ടല്ലോ, www.nats.education.gov.in. അതിൽ പോയിട്ട് നമ്മുടെ അപ്രൻറ്റിസ്ഷിപ്പ് പോർട്ടലാണ് ഗവൺമെൻറ്റിൻ്റെ. അതിൽ പോയിട്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രം കിട്ടുന്ന എൻറോൾമെൻറ്റ് നമ്പർ ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ കാനറ ബാങ്ക് വഴി രജിസ്റ്റർ ചെയ്യാനായിട്ട്. പിന്നീട് നോക്കിയേ, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ചെക്ക് ബാങ്ക്സ് വെബ്സൈറ്റ്. ഫർദർ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് canarabank.com അതിൽ പോയിട്ട് കരിയേഴ്സ് ക്ലിക്ക് ചെയ്യുക. ദെൻ റിക്രൂട്ട്മെൻറ്റ് എൻഗേജ്മെൻറ്റ് ഓഫ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ഇൻ കാനറ ബാങ്ക് അണ്ടർ അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് 1961 അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് ഏജ് മിനിമം 20 years ആണ്, മാക്സിമം 28 years ആണ്. പിന്നീട് ഏജ് റിലാക്സേഷനെ കുറിച്ച് പറയുന്നത്, ഷെഡ്യൂൾഡ് കാസ്റ്റിന് 5 years, അതർ ബാക്ക്വേർഡ് ക്ലാസ് നോൺ ക്രീമി ലെയറിന് 3 years, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി 10 years, വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൺ അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ളവർ, റീമാരി ചെയ്യാത്തവർക്ക് 35 years ഫോർ ജനറലിനോ EWS ആണെങ്കിൽ 35 yearsഉം, OBCക്ക് 38 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ്സിന് 40 വയസ്സ് വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. പേഴ്സൺസ് അഫക്റ്റഡ് ബൈ 1984 റയറ്റ്സ് അത് 5 years ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഡിസിപ്ലിനായാലും ഏത് സബ്ജക്റ്റിലായാലും കുഴപ്പമില്ല, ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളുടെ ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ അംഗീകരിച്ചതായിരിക്കണം. ലോക്കൽ ലാംഗ്വേജ് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നമ്മുടെ പ്രാദേശിക ഭാഷ, കേരളത്തിലെങ്കിൽ മലയാളം പഠിച്ചിരിക്കണം. അതർവൈസ് അങ്ങനെ 10ലും +2ലും അങ്ങനെ പഠിച്ചിട്ടില്ല, ഇപ്പോൾ CBSEയിലൊക്കെ പഠിക്കുന്നവർക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ ആ ഒരു ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് പാസ്സായിരിക്കണം. പിന്നെ ഫിസിക്കൽ മെഡിക്കൽ ഫിറ്റ്നസ് അത് പാസ്സാവണം. പിന്നീട് നമ്മൾ താഴേക്ക് നോക്കിയാൽ സ്ക്രോൾ ചെയ്യുമ്പോൾ പീരീഡ്
ഏകദേശം 1 ഇയർ ആണ് അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ പീരീഡ്. പ്ലേസ് ഓഫ് ട്രെയിനിങ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിരിക്കും. പ്രൊഫൈൽ അപ്രൻറ്റിസ് ആണ്. പിന്നെ നമ്മളുടെ മന്ത്ലി സ്റ്റൈപ്പൻഡ് വരുന്നത് 15,000 ആണ്. അതിൽ 10,500 രൂപ കാനറ ബാങ്കിൽ നിന്നും 4,500 രൂപ നിങ്ങളുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ്, ഗവൺമെൻറ്റിൻ്റെ ഷെയർ ആണത്, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അവേഴ്സ് ഓഫ് വർക്ക്, ഓവർ ടൈം, ലീവ്, ഹോളിഡേയ്സ്, ഇതൊക്കെ ബാക്കി എംപ്ലോയീസിനുള്ളതുപോലെ തന്നെയാണ്. പിന്നെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അപ്രൻറ്റീസായിട്ട് മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. എംപ്ലോയിക്ക് കിട്ടുന്ന പ്രിവിലേജസ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. nats.education.gov.in എന്ന് പറയുന്ന അപ്രൻറ്റിസ്ഷിപ്പ് പോർട്ടൽ, അതൊരു സെൻട്രലൈസ്ഡ് പോർട്ടലാണ്. അതിൽ രജിസ്റ്റർ ചെയ്യുക. അതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ ചെയ്യുക, ബാക്കി എവിടെ കണ്ടിന്യൂ ചെയ്യുക, കാനറ ബാങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് +2 കിട്ടിയ മാർക്കിൻ്റെ അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. പിന്നീട് ആപ്ലിക്കേഷൻ ചാർജസ് SC/ST PWBD പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണ്. അവർക്ക് ചാർജസ് ഒന്നും ഇല്ല. ബാക്കി എല്ലാവർക്കും 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യിൽ സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഓക്കെ, അതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്, അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കാരണം ഞാനിപ്പോൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആയിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. ഒരുപാടുണ്ടടാ, ഞാനിത് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് പറ്റുമെന്നറിയാമോ, കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇത് എന്ത് ചെയ്യും, ഈ നോട്ടിഫിക്കേഷൻ വീണ്ടും എടുത്ത് വെച്ച് നോക്കേണ്ടി വരില്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, അവിടെ ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ സ്പെസിഫിക്കേഷൻസ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അക്ഷയ കേന്ദ്രത്തിലോ വല്ലതും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മുടെ കേരളത്തിലെ വേക്കൻസീസ് നോക്കിയേ. നോക്കും, 200 വേക്കൻസീസ് ഉണ്ട്. ആലപ്പുഴയിൽ 10, എറണാകുളം 19, ഇടുക്കിയിൽ 2, കണ്ണൂർ 19, കാസർഗോഡ് 10, കൊല്ലം 13, കോട്ടയം 13, കോഴിക്കോട് 19, മലപ്പുറം 16, പാലക്കാട് 19, പത്തനംതിട്ട 7, തിരുവനന്തപുരം 28, തൃശ്ശൂർ 19, വയനാട് 6. ഇങ്ങനെയാണ് നമ്മളുടെ വേക്കൻസി ലെവൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പം മനുഷ്യനല്ലേ, ഇപ്പം എനിക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ, ഒന്നും മിസ്സായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ എന്ത് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വയ്ക്കും. ഇപ്പോൾ ആര് പറഞ്ഞു തന്നു എന്ന് പറയാം, എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ നിങ്ങളെ അഡ്വൈസ് ചെയ്തു, ആര് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണേടാ, നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ച് ഇതുകൂടെ വെച്ച് നമ്മുടെ വീഡിയോ കാണുക, നോട്ടിഫിക്കേഷനിലൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇത്. ഇപ്പം നമുക്ക് അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ് ഇപ്പോൾ 1 ഇയർ ആയാൽ പോലും അതൊരു എക്സ്പീരിയൻസ് അല്ലേടാ. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അത് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ, ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ ഉടൻ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.